ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻകുളത്തിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മീനിനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഗോപാലൻ ദേ പതിപോലെ തന്നെ മീൻകുളത്തിൽ ഇറങ്ങി വലയൊക്കെ ഇട്ട് മീനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലോപ്പീനെയാണ്. സിലോപ്പീനെ നമ്മൾ പിടിച്ചു. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സിലോപ്പീനെ നോക്കിയാണ് നമ്മൾ പിടിച്ചത്. അപ്പോൾ ഗോപാലനാണ് നമ്മുടെ മാസ്റ്റർ ഫിഷിംഗ് മാൻ എന്ന് പറയുന്നത്. പുള്ളി വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാണ് അവൻ അവിടെ നിന്ന്. പക്ഷേ ഈ വല നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിങ്ങനെ കാണാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു ഇതിൽ കാണാൻ പറ്റും. ഇനി പുറത്തേക്ക് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ദേ ഇതാണ് നമ്മുടെ സിലോപ്പി കുട്ടൻ. അപ്പൊ നല്ല രീതിയിൽ വളർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. സിലോപ്പി പിടിച്ചപ്പോഴേ ഇത് താഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ താഴ്ത്തുന്നത് ദേ അച്ഛനെ ഇപ്പൊ അതിന് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതിന് പിടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അത് നമ്മളിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയത്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് 2-3 തവണ താഴത്തേക്ക് പോയായിരുന്നു. അപ്പൊ ആ മീനിനെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാണ്. കുറെ ആയി നമ്മൾ ഈ മീൻകുളത്തിലേക്ക് മീനൊക്കെ ഇട്ടിട്ട്. അപ്പൊ 1 വർഷത്തിന് മുമ്പാണ് നമ്മൾ മീനൊക്കെ പിടിച്ചത്. പിന്നെ നമ്മൾ ഇപ്പോഴാണ് പിടിക്കുന്നത്. അപ്പൊ ആ മീനെ ഇങ്ങനെ നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുന്ന മീനൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വളർന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ മീനൊക്കെ അച്ഛനോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നേരെ അതിന് താഴ്ത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് അടുത്ത മീനെ പിടിക്കാനുണ്ട്. ഗോപാലിന് അപ്പൊ അടുത്ത മീനെ പിടിക്കാനുള്ള പണിയിലാണ്. പുള്ളിക്ക് അടുത്ത മീൻ ഏത് പിടിക്കുന്ന കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ പുള്ളി ലാസ്റ്റ് കറൂപ്പിനെ പിടിച്ചു. അപ്പൊ എന്നിട്ട് അതിന് നമുക്ക് കാണിച്ചു തരാണ്. ഈ വലയുള്ളതുകൊണ്ട് അധികം രീതിയിൽ കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ദേ വലയിന്ന് ചാടിപ്പോരാനൊക്കെ നോക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് നോക്കിയാണ് നമ്മൾ പിടിച്ചത്. അപ്പൊ അതിന് നമ്മൾ ദേ കുളത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതിന് നല്ല മുള്ള് പോലെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ മുറിയാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. പിടിക്കുമ്പോൾ നോക്കി പിടിച്ചില്ലെങ്കിൽ കൈയൊക്കെ മുറിയും. അത് അടുത്തപ്പോ തന്നെ ആദ്യം ചാടിപ്പോയി. അത് വലയിലേക്ക് തന്നെയാണ് വീണത്. രണ്ടാമത് പിന്നെ നമ്മൾ എടുത്തപ്പോഴേക്ക് താഴത്തേക്ക് തന്നെ പോയി. ഇത് പിന്നെ താഴത്തേക്ക് വീഴുമ്പോഴേ തന്നെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ പെടഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. പിടിച്ചിട്ട് നിക്കുന്നുണ്ടായിരുന്നില്ല ഈ മീൻ. താഴത്തേക്ക് ഇട്ടപ്പോ തന്നെ അത് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആളൊന്ന് സൈലന്റ് ആയപ്പോ മെല്ലെ പോയിട്ട് ഇനി അതിനെ എടുത്തിട്ട് നമുക്ക് ആ മീനിന്റെ ഒപ്പം തന്നെ കൊണ്ടുവയ്ക്കാം. ഈ മീൻ ഒരു തരത്തിൽ അടങ്ങിയിരിക്കല്ല. എങ്ങടാ പോകണ്ടേന്ന് ആലോചിച്ച് നടക്കായിരുന്നു. അത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കായിരുന്നു. പിന്നെ നമ്മൾ പിടിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചു. അപ്പൊ ദേ ഇതാണ് നമ്മൾ പിടിച്ച കറുപ്പൂട്ടൻ. ഇപ്പോഴാണ് ആളൊന്ന് നമുക്കൊന്ന് മെനക്കി കാണിക്കാൻ പറ്റിയത്. അപ്പോ ഇത്രയും വലുതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദേ ആ മീനിനെയും മറ്റേ മീനിന്റെ ഒപ്പം ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഈ 2 മീനെയാണ് നമ്മൾ ഇന്ന് പിടിച്ചത്. സിലോപ്പീനെയും അതുപോലെ തന്നെ കറൂപ്പിനെയാണ് പിടിച്ചത്. അപ്പൊ അതിന് ബാക്കി പരിപാടികൾ നോക്കിയപ്പോഴേക്കും രാത്രിയായിരുന്നു. പിന്നെ ദേ ഇതിനെ ഇപ്പോ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ആക്കിയവർ ഇതൊന്ന് നന്നാക്കി എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ നല്ല ക്ലീൻ ആക്കി 2 മീനെ ക്ലീൻ ആക്കി നല്ല നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നല്ലോണം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 2 സൈഡിലും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. വരയൊക്കെ വരച്ചേക്കണോണ്ട് ആ കുരുമുളക് പൊടിയൊക്കെ ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടിരുന്നു. അത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഉപ്പിടണം. ഉപ്പിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് 2 സൈഡിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ലപോലെ തന്നെ 2 സൈഡിലും തേച്ച് പിടിപ്പിക്കണം. ഇനി നമ്മളൊരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കുകയാണ് നാരങ്ങ നീര്. അപ്പൊ നല്ല ഫ്ലേവർ കിട്ടും. ഒന്നും കൂടി നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നമുക്ക് മീനൊക്കെ.
അപ്പൊ അതും കൂടി നമ്മൾ പിഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് രണ്ട് സൈഡിലും നല്ലപോലെ ഒക്കെ ഒന്ന് തേച്ച് സെറ്റാക്കി വെച്ചു. അപ്പൊ മസാലയൊക്കെ പുരട്ടി നല്ല സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മീനെ നമ്മൾ പാൻ ചൂടായി ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് നല്ല മീനൊക്കെ ഇട്ട് നല്ലപോലെ നല്ല വറുത്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇത് കുളത്തിലത്തെ തന്നെ മീനായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീനാണ്, നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ കഴിക്കാനായിട്ട് വേറെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. അപ്പൊ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്, നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മീനെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.